അപ്പോൾ ടേബിൾസും ഷെഡ്യൂൾസും അല്ലാതെ വേറെന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? അല്ല, നമ്മുടെ ടേബിൾസിൻ്റെയും ഷെഡ്യൂൾസിൻ്റെയും കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ആക്ച്വലി മാറിയേക്കുന്നത്. വേറൊരു കാര്യം സംഭവിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആക്ടിലെ നമ്മുടെ സാലറിയുടെ ഡിഡക്ഷൻസ് ഉണ്ടല്ലോ, അതായത് സെക്ഷൻ 16 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസസ്, പിന്നെ പ്രൊഫഷണൽ ടാക്സ്, അങ്ങനെ 3 ഐറ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ആക്ടിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ പാരലൽ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 19 ആണ്. അപ്പോൾ നമ്മൾ 19 എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഈ 3 ഐറ്റത്തിൽ ഒരൈറ്റം ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുത്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ബാക്കി 2 ഐറ്റമല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ 2 ഐറ്റം അല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കയറി വന്നിട്ടുണ്ട്. വന്നേക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് അറിയോ? അതായത് ഗ്രാറ്റുവിറ്റി, അല്ലെങ്കിൽ റിട്രൻച്ച്മെൻറ്റ് കോമ്പൻസേഷൻ, ഏൺഡ് ലീവിൻ്റെ കാര്യങ്ങൾ, കമ്മ്യൂട്ടഡ് പെൻഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ പഴയ ആക്ടിൽ എവിടെയൊക്കെ എടുക്കണ്ടായിരുന്നത്? എക്സംഷൻസ് ആയിരുന്നു. അതായത് സെക്ഷൻ 10 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പഴയ ആക്ടിൽ ഉണ്ടായിരുന്ന എക്സംഷൻ ഇവിടേക്ക് വന്നപ്പോൾ ഇത് ഡിഡക്ഷനായിട്ട് മാറി. അപ്പോൾ നേരത്തെ അഞ്ജലി പറഞ്ഞ പോലെ അതിങ്ങനെ വെറുതെ സെക്ഷൻ നമ്പർ മാറുകയല്ല, അല്ലെങ്കിൽ ടേബിൾസ് ഷെഡ്യൂൾസ് വരെ മാത്രമല്ല, ഇതുപോലെയുള്ള കുറേ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടല്ലോ. ഇതുപോലെയുള്ള കുറേ സ്ട്രക്ചറൽ ചേഞ്ചസ് ഈ പുതിയ ആക്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ അങ്ങനെ പല സ്ഥലത്തും നമുക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള കുറേ ചേഞ്ചസ് വന്നേക്കണം. നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ സിമ്പിൾ സെക്ഷൻ മാറി എന്ന് പറയാൻ പറ്റില്ല. ടേബിൾസും ഉണ്ട്, ഷെഡ്യൂൾസുകൾ വന്നു, സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് പല സ്ഥലത്തും വന്നിട്ടുണ്ടെന്നർത്ഥം.